ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് മാർബിൾ കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് സിഫ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. മൈദ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡറും പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. എല്ലാം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം വനില പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്യുക, നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണ വരെ വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള യോഗേർട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് മിക്സ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാക്കി വെച്ചൊരു ബാറ്ററിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമ്മൾ കുറച്ച് പാലും അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് വീഡിയോയിൽ പറയാത്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടതുകൊണ്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ് കേക്കിൻ്റെ ലൈനർ എടുത്തിട്ട് ഇതേപോലെ ട്രേയിൽ വെക്കാം. ഞാനിവിടെ മഫിൻസിൻ്റെ ലൈനറാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കപ്പ് കേക്ക് ലൈനർ കഴിഞ്ഞ കാരണം എടുത്തതാണ്. ഇനി ഈ ബാറ്റർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ചോക്ലേറ്റും വാനിലയും ബാറ്റർ മാറി മാറി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3/4 പോർഷൻ ഫില്ല് ചെയ്താൽ മതി. ഇനി ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ നമ്മൾ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.